നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിൽ നല്ലൊരു സ്ട്രെങ്ത് കൈവന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. തുടർച്ചയായ 4 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഇന്നലെ പോസിറ്റീവിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നും നമുക്ക് ഏകദേശം 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അത്തരത്തിലാണെങ്കിൽ 20 ഡേ EMAയ്ക്ക് മുകളിലായിട്ടായിരിക്കും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഡൗൺ ആവാതെ അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് വലിയ പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US സ്റ്റോക്കുകൾ തുടർച്ചയായ 2ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.85% ഉയർന്നു. S&P 500 0.64% നേട്ടമുണ്ടാക്കി. നാസ്ഡാക്ക് 0.31% ഉയർന്നു. ഇന്നലെ US നിന്നും ഫെബ്രുവരി മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയാണ് പുറത്തു വന്നത്. റീറ്റെയിൽ വിൽപ്പനയിൽ നേരിയ വർധനയുണ്ടായെങ്കിലും ഫെബ്രുവരിയിൽ ഗവൺമെന്റിലെ താരിഫുകളും ജോലി വെട്ടിക്കുറയ്ക്കലും സംബന്ധിച്ച ആശങ്കകൾ നിലനിന്നിരുന്നു. ഇനി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഈ ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഇത്തവണ നിരക്കുകളിൽ മാറ്റം വരുത്തില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് CME ഫെഡ് വാച്ച് ടൂൾ നമുക്ക് തരുന്നത്. പക്ഷേ ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് തന്നെയായിരിക്കും നിർണായകമാവുക. ഇന്നലെ അവിടെ സെക്ടറുകൾ പരിശോധിക്കുകയാണെങ്കിൽ S&P 500-ൽ റിയൽ എസ്റ്റേറ്റും എനർജിയുമാണ് നേട്ടമുണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക് 1.88% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 1.55% ഉയർന്നു. ഇൻഫോസിസ് 0.92% നേട്ടമുണ്ടാക്കിയപ്പോൾ വിപ്രോ 0.65% ഇടിയുകയാണ് ഉണ്ടായത്. ഡോക്ടർ റെഡ്ഡിയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 4.26% ഉയർന്നു. ഇനി സ്പോട്ട് ഗോൾഡ് വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. $3000 മുകളിലായിട്ട് ഇത് ആദ്യമായി ക്ലോസ് ചെയ്യുകയും ചെയ്തു. 0.44% ഇന്നലെ ഉയർന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 65,680 എന്ന പുതിയ റെക്കോർഡാണ്. ക്രിപ്റ്റോ സെഗ്മെന്റിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $83,000 ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ 0.5% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇനി ഏപ്രിൽ മുതൽ കാറുകളുടെയൊക്കെ വില കൂടാൻ പോവുകയാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ആ വാർത്തകളൊക്കെ പറയുന്നുണ്ട്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഓല ഇലക്ട്രിക്കിന്റെ വിൽപ്പനയിലും രജിസ്ട്രേഷനിലും ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഓല ഇലക്ട്രിക് 25,000 സ്കൂട്ടറുകളുടെ വിൽപ്പന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ ഫെബ്രുവരി 28 വരെ വാഹൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ വെറും 8,651 എണ്ണം മാത്രമാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം വിൽപ്പന കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ വാഹന രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു. ഓല ഇലക്ട്രിക്കിന്റെ ഈ പൊരുത്തക്കേട് ഇപ്പോൾ വ്യക്തമാക്കിയില്ലെങ്കിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും സെബിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും കമ്പനിയിൽ നിന്ന് വിശദീകരണം തേടും. ഈ ഒരു വാർത്ത കമ്പനിയെ സംബന്ധിച്ച് ഇന്ന് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു വാർത്തയുള്ളത് മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇൻപുട്ട് ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ ഏപ്രിൽ 1 മുതൽ മാരുതി സുസുക്കി കാറുകളുടെ വിലയിൽ 4% വർധനവുണ്ടാവും. 4 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെയും വില കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് തന്നെ ആ തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. അടുത്ത് റെലിഗെയർ എന്റർപ്രൈസസ് എന്ന കമ്പനിയാണ്. കമ്പനിയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുമായ റെലിഗെയർ ഫിൻവെസ്റ്റ്, റെലിഗെയർ ഹൗസിംഗ് എന്നിവയുമായി ഒരു ഭരണ അവലോകനം ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് അതിന്റെ പ്രൊമോട്ടർമാരായ ബർമൻ കുടുംബത്തിൽ നിന്ന് അടിയന്തര ഫണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. അത് നമ്മൾ പറഞ്ഞതുപോലെ ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ആരംഭിക്കാം. 2025 ഏപ്രിൽ മുതൽ കമ്പനി വാണിജ്യ വാഹനങ്ങളുടെ വില 2% വർദ്ധിപ്പിച്ചേക്കും. ഇതുകൂടാതെ ടാറ്റ മോട്ടോഴ്സ് ഡിജിറ്റൽ AI ലാബ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ യൂണിറ്റും സ്ഥാപിച്ചു. അടുത്തതായി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. സെബിയിൽ നിന്ന് കമ്പനിക്ക് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമോ പ്രവർത്തനപരമോ ആയ സ്വാധീനമില്ലെന്നും കമ്പനി പറയുകയുണ്ടായി. അടുത്തത് ഇൻഡസിൻ ബാങ്കാണ്. ഇന്നലെ RBI ഇൻഡസിൻ ബാങ്കിനെ കുറിച്ച് വളരെ പോസിറ്റീവായി പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നലെ ഓപ്പണിംഗിൽ 4% നേട്ടം ഇൻഡസിൻ ബാങ്ക് ഉണ്ടാക്കിയിരുന്നു. ഇന്നും ബാങ്കിനെ സംബന്ധിച്ച ഒരു വാർത്തയുണ്ട്. ഇൻഡസിൻ ബാങ്കിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിൽ മൂഡീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും സാധ്യമായ തരം താഴ്ത്തലിനായി അതിന്റെ സാമ്പത്തിക ശക്തി റേറ്റിംഗ് അവലോകനം ചെയ്യുകയാണ്. ബാങ്കിന്റെ ദീർഘകാല റേറ്റിംഗിൽ മാറ്റം വരുത്തിയിട്ടില്ല. അടുത്തത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനിയാണ്. ബ്യൂട്ടി പേഴ്സണൽ കെയർ ബ്രാൻഡായ
മിനിമലിസിൻ്റെ പാരന്റ് കമ്പനിയായ അപ്രൈസിംഗ് സയൻസിനെ ഏറ്റെടുക്കുന്നതിനുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ നിർദ്ദേശത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. അടുത്ത് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയാണ്. മാർച്ച് 21 മുതൽ നിഫ്റ്റി 500, നിഫ്റ്റി സ്മോൾ ക്യാപ് 250, നിഫ്റ്റി മിഡ് ക്യാപ് 400 സൂചികകളിലെ ICICI സെക്യൂരിറ്റികൾക്ക് പകരമായി റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ വരും. ഇനി മറ്റൊരു കാര്യമുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ഇപ്പോൾ 50% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. വീണ്ടും സ്റ്റോക്ക് ന്യൂസിലേക്ക്. NBCC എന്ന കമ്പനിയാണ്. വാർധയിലെ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്ന് 44.66 കോടി രൂപയുടെ പുതിയ ഒരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. മറ്റൊരു കമ്പനി ഇർക്കോൺ ഇന്റർനാഷണൽ ആണ്. കമ്പനിക്ക് മേഘാലയ സർക്കാരിൽ നിന്ന് പുതിയ ഒരു EPC കരാർ ലഭിച്ചിരിക്കുന്നു. 1096.2 കോടി രൂപയുടെ കരാറാണ് ലഭിച്ചത്. ഇന്ന് എക്സ് ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്ന കമ്പനികൾ കാസ്ട്രോൾ ഇന്ത്യ, DIC ഇന്ത്യ തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ബോണസ് പ്രഖ്യാപിക്കുന്ന ഒരു കമ്പനി പാഡം കോട്ടൺ യാൻസ് ആണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ BSE, ഇൻഡസിൻഡ് ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS വീണ്ടും വലിയ സെല്ലിങ്ങിലേക്കാണ് പോയത്. 4488 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. പക്ഷേ DISന്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ് വളരെ വലുതായിരുന്നു. 6001 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% നേട്ടത്തിൽ ഏറ്റവും ടോപ്പായി തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിൽ നിൽക്കുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.51% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.79% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.69% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,727.50 എന്ന നിലയിലാണ്. 119 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 7 മണിയാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ചെങ്കടലിലെയും ഇസ്രയേലിലെയും കപ്പലുകൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി തീവ്രവാദികൾ ഭാവിയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാനെ ഉത്തരവാദിയാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ ഇന്നലെ എണ്ണവില ഉയരുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $71.16 പെർ ബാരൽ എന്ന നിലയിൽ 0.27% നേട്ടത്തിലാണ്. WTI ട്രേഡ് ചെയ്യുന്നത് $67.45 പെർ ബാരൽ എന്ന നിലയിൽ 0.12% നേട്ടത്തിലാണ് ഉള്ളത്. ഇന്നലെ നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് നിഫ്റ്റി എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 22,509 112 പോയിന്റ്സ് ഉയർന്നാണ്. ഹവർലി ചാർട്ടിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിലൂടെയാണ് നിഫ്റ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് എപ്പോൾ ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 22,600 ആണ് അപ്സൈഡിൽ. കാരണം 20 ഡേ EMA ഉള്ളത് ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ലെവലിന് മുകളിലായി ഡെയിലി ക്ലോസിംഗ് വെക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ബോളിഞ്ചർ ബാൻഡിന്റെ മിഡ് ലൈൻ ഉള്ളത് 22,560 റേഞ്ചിലാണ്. അതുകൊണ്ട് ആ ഒരു ലെവലും നമ്മൾ ശ്രദ്ധിക്കുക. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 22,300 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും മുഡ് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,000 സ്ട്രൈക്ക്, അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,500 സ്ട്രൈക്കിൽ 189% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ വെറും 45% വർധനവ്, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ്. 22,450 സ്ട്രൈക്കിൽ 384% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിൽ വെറും 13% ഒരു വർധനവ്, ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. 22,550 സ്ട്രൈക്കിൽ 479% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് കാണാം പുട്ട് സൈഡിൽ. കോൾ സൈഡിൽ 96% വർധനവ്, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നും കാണാം. കാരണം മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 48,354 294 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലെ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 5-10 ഡേ EMAക്ക് മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്.
കൂടാതെ 48,570 20 ഡേ EMI ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ്സൈഡിൽ നമ്മൾ ആ ഒരു ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അപ്സൈഡിൽ 48,952 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവലാവാൻ സാധ്യതയുള്ളത്. ഡൗൺ സൈഡിൽ 48,000 അതിനുശേഷം 47,695 ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 50,000 സ്ട്രൈക്ക്, അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 46,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000. ഇന്ത്യ വിക്സിലേക്ക് 13.42 1% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലാണ്. ഓപ്ഷൻസിലൊക്കെ ട്രേഡ് എടുക്കുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ് OI പൾസ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി പുതിയ ഒരു അക്കൗണ്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.